ഈ അച്ചായന്റെ വീഡിയോ കാണല്ലോ നിങ്ങള്? ഞാൻ ആദ്യമായിട്ടാണ് അച്ചായൻസ് കോൾഡിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെയും എന്റെ സ്ഥാപനത്തെയും എന്റെ ജീവനക്കാരെയും പറ്റി മോശമായി വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി. പക്ഷെ ഇതുവരെ ഞാൻ ഇതിനൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന കുറെ ജനങ്ങൾ എന്നോട് പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ പല ആൾക്കാർ വഴി എന്നോട് ഭീമമായ തുക ഈ വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഈ ഭീമമായ തുക ഉണ്ടെങ്കിൽ എനിക്ക് 15 പരം വീടുകൾ പാവങ്ങളായ ആൾക്കാരെ എനിക്ക് സഹായിക്കാൻ പറ്റും. ഇതിനെതിരെ നിയമപരമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. ഈ സഹായം ഇനിയും മുന്നോട്ട് തുടരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളോട് ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല, കാരണം എന്റെ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ്. കാരണം എന്നെ വ്യാജ പ്രചാരണങ്ങൾ നടത്തി എന്റെ സ്ഥാപനവും അല്ലെങ്കിൽ എന്നാ പറയുക എന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും നശിപ്പിക്കാൻ ഈ വ്യക്തി നോക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്ന ഈ വ്യക്തിയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ കയറി എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇതിനെതിരെ റിപ്പോർട്ട് അടിക്കണം. ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുകയും. വീഡിയോ കാണുന്ന ആളുകൾ, ഞാൻ ഇടക്ക് വീഡിയോ കാണലുണ്ട്, അദ്ദേഹത്തിന്റെ വീഡിയോ കാണലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മനസ്സിലാക്കണത് അച്ചായൻ്റെ അടുത്ത് കുറെ പൈസ ഉണ്ട്, ഒരുപാട് പൈസ ഉണ്ട്. അച്ചായൻ ഇഷ്ടമുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, അതൊരു ഹോബിയാന്ന് തോന്നുന്നുണ്ട്. പാവപ്പെട്ട ആളുകളെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന്റെ കൈകളിലൂടെ അവിടെ പോയിട്ട് അത് നേരിട്ട് കണ്ടറിഞ്ഞ് അത് സഹായിച്ച് കിട്ടുന്ന ഒരു അനുഭൂതി, അത് ആസ്വദിക്കുക. അങ്ങനൊക്കെ ഞാൻ മനസ്സിലാക്കണത്. അർഹതപ്പെട്ട ആളുകൾക്ക് എന്നാ കൊടുക്കുന്നത്, അതൊക്കെ അവരെ കയ്യിൽ അർഹതപ്പെട്ട ആളുകൾക്ക് അതുപോലുള്ള സഹായങ്ങൾ കിട്ടുമ്പോൾ അവരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല. നമുക്ക് ഒരു 10 രൂപ അതിലേക്ക് കൊടുക്കാൻ കഴിയാത്ത ആളുകൾ വെറുതെ വിമർശിച്ച് കുറ്റം പറഞ്ഞ് പിന്നാലെ നടക്കാൻ കുറച്ച് ആളുകൾ എന്തിനും ഉണ്ടാവും. എന്തൊരു നല്ല കാര്യം ചെയ്താലും അതിനെ വിമർശിക്കാനും അതിനെ കുറ്റം പറയാനും 10 രൂപയിലേക്കോ അതുപോലുള്ള കാര്യങ്ങളോ ചെയ്യാത്തവനായിരിക്കട്ടോ ഈ വിമർശിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ അച്ചായന്റെ കൂടെ നിന്ന് കൊടുക്കുക. എന്തിനാന്ന് വെച്ചിട്ടാണെങ്കിൽ പാവപ്പെട്ട ഒരുപാട് ആൾക്ക് ആ മനുഷ്യ മുഖേന സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അല്ലേ, ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ സഹായങ്ങളാണ് അയാൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന നിൽക്കുക. പിന്നെ കിട്ടുന്ന ആളുകൾക്ക് കിട്ടിക്കോട്ടെ. എന്തെങ്കിലും ചെറിയ കുറ്റവും കുറവൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരാരാളുള്ള ലോകത്ത്. അദ്ദേഹത്തിന്റെ കുറ്റമോ കാര്യങ്ങളോ എന്തോ ഉണ്ടെങ്കിൽ അതെടുത്ത് കണ്ടിട്ട് പെരുപ്പിച്ച് കാണിക്കാതെ പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കി.